കോന്നി പയ്യനാമണ്ണിൽ നടക്കുന്ന തെരച്ചിൽ ദൗത്യത്തിന്റെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് ഷഫീദ് റാവുത്തറും എ വി ജയശങ്കറുമാണ്. ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ തെരച്ചിൽ ദൗത്യം താൽക്കാലികമായി ഒന്ന് നിർത്തി വെക്കുന്നുവെന്ന സൂചനയാണല്ലോ. ആലപ്പുഴയിൽ നിന്ന് ഇനി വലിയ ഹിറ്റാച്ചി കൊണ്ടുവരുന്നു, അതിനുശേഷം ഈ ഹിറ്റാച്ചി താഴേക്ക് മറിച്ചിടുക എന്നതാണ് പ്ലാൻ ബി എന്നല്ലേ അദ്ദേഹം വിശദീകരിച്ചത്? ക്രിസ്ത്യനെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്ലാൻ എ ഇന്ന് രാവിലെ, അതായത് ആദ്യഘട്ടം, ഈ രക്ഷാദൗത്യത്തിൻ്റെ ഇന്നത്തെ ആദ്യഘട്ടം, അത് നിരാശയാണ് ഫലം. മാത്രവുമല്ല, അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു, 2 ഓപ്ഷനുകൾ അവർക്ക് മുമ്പിലുണ്ടായിരുന്നു. ഒന്നാമത്തെ ഓപ്ഷനാണ് ഈ പാറക്കല്ലുകൾ നീക്കിയ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആ തൊഴിലാളി ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല, ആ പ്ലാനിൽ നിരാശയാണ്. രണ്ടാമത്തേത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ, അത് ആലപ്പുഴയിൽ നിന്നടക്കം എത്തിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹിറ്റാച്ചിയിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് അതിനുശേഷം അത് ഉയർത്തുക എന്നുള്ളതാണ് അവരിപ്പോൾ ആലോചിക്കുന്ന കാര്യം. അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് അത് എത്തണം. ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം അതിനെടുക്കും. അതുകൊണ്ട് തന്നെ ആ രക്ഷാപ്രവർത്തനം, ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം വീണ്ടും വൈകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒഫീഷ്യൽസ്, പ്രത്യേകിച്ച് NDRFൻ്റെ ഫയർഫോഴ്സിൻ്റെ അടക്കം ഒഫീഷ്യൽസ് ഈ സ്ഥലത്തേക്ക്, ഈ അപകടം ഉണ്ടായതിന് മുകൾ ഭാഗത്തെ തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. 5 രക്ഷാദൗത്യ സംഘാംഗങ്ങളാണ് താഴേക്ക് ഇറങ്ങിയത്. അവർ 5 പേരും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഈ വലിയ ക്രെയിൻ കൊണ്ട് സ്ഥാപിച്ച് കുറച്ച് ഈ അപകടമല്ലാത്ത, അതായത് ഈ താഴേക്ക് വീഴാൻ സാധ്യതയില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് അകത്തേക്ക് സ്ഥാപിക്കുന്നു. അതിനുശേഷം ആ ക്രെയിനിൻ്റെ അതിൻ്റെ ഹാൻഡിൽ ഈ റോപ്പ് ടൈറ്റ് ചെയ്ത ശേഷം ആ റോപ്പ് താഴേക്ക് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യും. അതിനുശേഷം ഇത് ഉയർത്തുക എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ജീവനക്കാർ കൃത്യമായി പറഞ്ഞൊരു കാര്യമനുസരിച്ച് ഇപ്പോൾ ഈ കാണാനില്ലാത്ത തൊഴിലാളി, അതായത് ഈ നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ആർക്ക് വേണ്ടിയാണോ തെരച്ചിൽ നടത്തുന്ന തൊഴിലാളി അവസാനം ജോലി ചെയ്തത് ഹിറ്റാച്ചി ഓപ്പറേറ്ററായി തന്നെയാണ് എന്ന് കണ്ടവരുണ്ട്. സ്വാഭാവികം, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ചില ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതൊരു സോണാക്കി തിരിച്ചുകൊണ്ട് ഈ വലിയ പാറക്കല്ലുകൾ വന്ന് വീണ് തകർന്നു പോയ സ്ഥലം, ആ ഹിറ്റാച്ചി ഉള്ള സ്ഥലം, അതൊരു സോണാക്കി വെച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇനി ഇക്കാര്യത്തിൽ എന്തായാലും ഒരു അരമണിക്കൂർ വൈകലുണ്ടാകും. അരമണിക്കൂറിന് ശേഷം വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അജയ് റായ് എന്ന് പറയപ്പെടുന്ന തൊഴിലാളിക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി മുതൽ ഈ തെരച്ചിൽ നമ്മൾ നടക്കുന്നത്. ഈ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അവിടെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഈ പാറക്കല്ലുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ രീതിയിൽ പാറക്കല്ലുകൾ വീണുകൊണ്ടിരിക്കുന്നു. ഈ രക്ഷാദൗത്യത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ സംഘത്തിനും, പ്രത്യേകിച്ച് ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനും അതേപോലെ NDRF സംഘത്തിനും വെല്ലുവിളിയായതും അവരെ ഭയപ്പെടുത്തിയതും ഈ പാറക്കല്ലുകൾ ഇപ്പോഴും താഴേക്ക് പതിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ആദ്യത്തെ ഒരു പ്ലാൻ അവർ മാറ്റിവെക്കുന്നു, 2ാം പ്ലാൻ തിരഞ്ഞെടുക്കുന്നു. 2ാം പ്ലാനിലേക്ക് അടുക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ലോങ് ബൂം എക്സ്കവേറ്റർ അത് ആലപ്പുഴയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമം അത് ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ഷഫീദ, ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു തെരച്ചിലിൽ മഴ, അതുമൂലം പാറകൾ ഇടിയുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. ഇന്നവിടെ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ടോ? ക്രിസ്ത്യന, ഇന്ന് രാവിലെ ഈ രക്ഷാദൗത്യം 7 മണിക്ക് ആരംഭിക്കുമെന്നുള്ളതായിരുന്നു ആദ്യം അറിയിച്ചിരുന്ന കാര്യം. എന്നാൽ മഴയുള്ളത് കൊണ്ട് തന്നെ അത് വൈകി. അത് ഏതാണ്ട് 8:15 രക്ഷാദൗത്യം എത്തിയത്. മാത്രമല്ല, ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് മുകളിലെ തട്ടിലേക്ക് അവർ എത്തിയത് തന്നെ വളരെ വൈകിട്ടാണ്. അതിനുശേഷമാണ് ഈ രക്ഷാദൗത്യം ആരംഭിച്ചതും. ഏതായാലും അങ്ങനൊരു സാഹചര്യം, ഒരു മഴക്കൂരാപ്പൊക്കെ ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ പ്രതികൂലമാണ്. അത് നമ്മൾ ആ യാഥാർത്ഥ്യം കൂടി നമ്മളിപ്പോൾ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമാണ്. ആ പ്രതികൂല കാലാവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ ഈ രക്ഷാദൗത്യം അവർ നടത്തുന്നത്. അത് സ്വാഭാവികമായും വലിയ തടസ്സമാണ്. പ്രത്യേകിച്ച് ഈ ടെറൈൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ടെറൈൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഏതാണ്ട് 200 മീറ്ററിലധികം ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടെറൈനാണ്. ആ ടെറൈനിൽ, അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് 200 മീറ്ററുള്ള ടെറൈനാണ്. ആ ടെറൈനിൽ ഒരു രക്ഷാദൗത്യം അത് യാഥാർത്ഥ്യമാക്കുക ചെറിയ കാര്യമല്ല. വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ, അതല്ലെങ്കിൽ 99% വെല്ലുവിളിയാണ്. 1% സാധ്യതയിലാണ് നിലവിൽ ഇപ്പോൾ ഈ രക്ഷാദൗത്യം ഇവിടെ നടക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്ന് അത് ആ റോപ്പ് ടൈറ്റ് ചെയ്തുകൊണ്ട് ഇത് ഉയർത്താനുള്ള ശ്രമം, അതും പാളിയാൽ മറ്റൊരു ഓപ്ഷൻ കൂടി പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിനുണ്ട്. ആ ഓപ്ഷൻ ചെറിയ ഹിറ്റാച്ചുകൾ താഴേക്ക് ഇറക്കി തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിലേക്ക് കടക്കുക, അതിൻ്റെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കുക ഒരു പക്ഷേ വലിയ ആലോചനകൾക്കൊക്കെ ശേഷം മാത്രമായിരിക്കും. ക്രിസ്ത്യന, പത്തനംതിട്ട പയ്യനാമണ്ണിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷഫീദ് റാവുത്തറാണ്. ഷഫീദ് പറയുന്ന അനുസരിച്ച് ഇപ്പോൾ താൽക്കാലികമായ തെരച്ചിൽ ദൗത്യം നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി ആലപ്പുഴയിൽ നിന്ന്
വലിയ ഹിറ്റാച്ചി അല്ലെങ്കിൽ ലോങ് ബൂം എക്സ്കവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നീളമുള്ള, അതായത് വളരെ ആഴമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തി തെരച്ചിൽ നടത്താനാകുന്ന നീളമുള്ള കൈയുള്ള എക്സ്കവേറ്റർ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി ഈ തെരച്ചിൽ നടത്താനാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.